മതാധിപത്യ ഭാരതം വരാതെ നമ്മൾ കാക്കണം. ഇതാണ് ഒരു യഥാർത്ഥ CPM-ന്റെ പാട്ട്. ഇതാണ് ശൈലി, അല്ലാതെ മാപ്പിളപ്പാട്ടല്ല. നിങ്ങളതിന് മാപ്പിളപ്പാട്ടൊക്കെ കോപ്പി അടിച്ചിട്ട് വെറുതെ എഴുതുന്നത്. ഇതാണ് നിങ്ങളുടെ പാട്ട്, നിങ്ങളുടെ പാരമ്പര്യം ഇതേപോലെയുള്ള പാട്ടാണ്. ഇതേപോലെ തന്നെ ഫോളോ ചെയ്ത് പോയാൽ പോരെ. ജനാധിപത്യ ഭാരതം മരിച്ചിടാതെ നോക്കണം. ജനാധിപത്യ ഭാരതം മരിച്ചിടാതെ നോക്കണം. ഇപ്പൊ തന്നെ 60% കൊന്ന് BJP-ക്കാർ ഇവിടെ ഭരിച്ച് ജനാധിപത്യം എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇല്ല. ഇപ്പൊ അത് കാത്തിടാൻ വേണ്ടിയിട്ട് CPM-മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താ ചെയ്യാൻ പറ്റുമോ ഗൈസ്? നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് പറഞ്ഞുതരാം. ഭാരതം മരിച്ചിടാതെ കാക്കണം. മതേതരത്വ ഭാരതം മരിച്ചിടാതെ നോൽക്കണമെങ്കിൽ ഈ ചാണക തിന്നുന്നവർ ഇവിടെ നിന്ന് ഇല്ലാതാവണം. അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഈ നോർത്ത് ഇന്ത്യയിലെ കുറെ ചാണക ടീംസ് ഉണ്ട്. അവർ ഈ CPM-മാരെ അതേപോലെ തന്നെ ഈ കോൺഗ്രസ്സുകാരൊന്നും അംഗീകരിക്കില്ല. അവരൊക്കെ മനസ്സിൽ വർഗീയതയുള്ളതിനെ കൊണ്ട് BJP-ക്ക് വോട്ട് ചെയ്യും. അടുത്ത പാട്ട് അതാ വന്നിക്ക് സമതാനിയുടെ പാട്ട്. എന്ത് വിചാരിച്ചാലും സാരമില്ല, ഇവിടെയുള്ള ലീഗുകാർ എന്ത് വിചാരിച്ചാലും എനിക്ക് സാരമില്ല. എന്തെങ്കിലും ഒരു മോശപ്പെട്ട വരി കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലോണം പറയും. വെക്ക് പാട്ട്. ഞങ്ങൾ ചിന്തിച്ചിട്ട് തന്നെ ഇതുവരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ വർഗീയവാദികൾ ഉണ്ടായിട്ടൊക്കെ നിൽക്കുന്നത്. സഖാക്കന്മാർ കള്ളക്കണ്ണീർ ഒഴുക്കിയിടും. പിന്നെ നിങ്ങളുടെ ലീഗുകാരാണോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ പൗരത്വമില്ല എന്ന് പറയുന്ന സംഭവം നടപ്പിലാക്കുന്ന നിങ്ങളെ ലീഗിലുള്ള പല നേതാക്കളും പറഞ്ഞത് അത് നടപ്പിലാക്കിയില്ല എന്ന് പറയുന്നത് CPM-മാരാണ്. എന്താ പൊട്ടന്മാരെ പറയുന്നത്? ലീഗുകാരെ എന്താ പറയുന്നത്? പൊട്ടന്മാരെ അടുത്ത വീഡിയോ ഒന്നുമില്ല, ഒരു ഫോട്ടോ മാത്രം. അത് കണ്ട് സഹിച്ചോളാം അല്ലേ ലീഗാറെ? പാട്ട് മാത്രം കേട്ടോളാം, വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല. ഒരു ഫോട്ടോ മാത്രം, പാട്ട് പാടിയ ആളെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. മതി, ഇതിനൊന്നും കമന്റ് അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അടുത്ത പാട്ട് അതാ കോപ്പി CPM-മാരുടെ ശൈലിയാണ് ഇത്. അത് കോപ്പി അടിച്ചുകൊണ്ട് ലീഗുകാർ ഈ കോപ്പി ടീംസ് ആണ് ഫുൾ ഉള്ളത് ഇവിടെ. മതന്യൂനപക്ഷ ശബ്ദം ലോക്സഭയിൽ ഉയരണം. അതൊക്കെ നല്ല വരി തന്നെയാണ്. പക്ഷെ മാപ്പിളപ്പാട്ടായി പോയി ബോറാണ്. തമാശ പറഞ്ഞല്ല, അല്ലാണ് ബോറാണ്. വീട്ടില് വന്ന് ചോയ്ക്കുട്ടോ അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലീഗിന് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നരകത്തിലായി പോകുമെന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ടെന്ന്. അതിൽപ്പെട്ട ഒരാളായിരിക്കും ഈ ഒരു പാട്ട് എഴുതിയത്. പാടിയ ആൾക്കാർ എങ്ങനെയുള്ള ആൾക്കാരെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പൈസ കൊടുത്താൽ എങ്ങനെ വേണമെങ്കിൽ പാടിത്തരുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയതെന്ന് പറയുന്നത് ആൾക്കാരുണ്ടെങ്കിൽ അവന്മാരെ മാറ്റി നിർത്തുന്നത് നല്ലതാണ്. കാരണം അവന്മാർക്ക് മെന്റലാണ്. എനിക്ക് വേറൊന്നും പറയാനില്ല. ബാക്കിയൊക്കെ കാര്യം ഇത് കേൾക്കുമ്പോ തന്നെ ചില ആളുകൾക്ക് രോമാഞ്ചൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. കോണിക്ക് മാത്രമേ പോലെ വോട്ട് ചെയ്യും. എനിക്ക് വേറൊന്നും പറയാനില്ല. അവന്മാർക്കൊക്കെ ജന്മനാ കിട്ടിയ ഒരു കഴിവായിരിക്കും ഈ കോണിക്ക് മാത്രം വോട്ട് ചെയ്യുന്നത്. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് ഒരിക്കലും വോട്ട് ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അടുത്ത പാട്ട് രാഹുൽ ഗാന്ധി ഒന്നും ഞാൻ ഒരിക്കലും കുറ്റം പറയൂല. കാരണം ഈ വർഗീയത എതിർക്കാൻ പറ്റിയ ഒരാളേ ഉള്ളൂ ഇന്ന് ഇന്ത്യയിൽ. അത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി വന്നിട്ടില്ലെങ്കിൽ മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ എല്ലാവരോടും കൂടിയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടുത്ത വിസ വേറെ ഏതൊരു രാജ്യത്തോട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഈ RSS-കാരുടെ പണി അടുത്ത പ്രാവശ്യം ഡബിൾ ആയിരിക്കും. രാഹുൽ ഗാന്ധിക്കൊപ്പം നടന്നേ. അത് ഞാൻ അവരോട് തന്നെ യോജിക്കുകയാണ്. ആ പാട്ട് ചെയ്ത ആളുകളോട് തന്നെ യോജിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് എന്നെ വോട്ട് ചെയ്യാം. വേറെ ആർക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. ആരും ജയിക്കൂല. രാഹുൽ ഗാന്ധി തന്നെ ജയിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാലോ. പിന്നെ എന്തിനാണ് നിങ്ങളെ വോട്ട് വെറുതെ വേസ്റ്റ് ആക്കുന്നത്? രാഹുൽ ഗാന്ധിക്ക് തന്നെ കൊടുത്തിട്ട് ഭൂരിപക്ഷം കൂട്ടാൻ വേണ്ടി ശ്രമിക്കാം. സ്നേഹത്തിൻ തേരേറി വന്നതാണെന്റെ നേതാവ്, മോഹപ്പൂന്തോട്ടത്തിൽ രാഹുൽ ഗാന്ധി പനിനീർ പൂവ്. രാഹുൽ ഗാന്ധി പനിനീർ പൂവാമല്ലോ. സമ്മതിച്ചു കൊടുത്തേ. എന്തായാലും എനിക്കതേ പറയാനുള്ളൂ. എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കുക. വേറെ ഒരാളും ജയിക്കൂല. അതിപ്പോ ഏത് പാർട്ടിയുടെ ആളും ആയിക്കോട്ടെ. വയനാട്ടിൽ വേറെ ആരും ജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ വെറുതെ തന്നെ നിങ്ങളെ വോട്ട് വേസ്റ്റ് ആക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് തന്നെ കൊടുത്തിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ട് ജയിക്കുന്ന നേതാവായിട്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക കേട്ടാ. മുരളീധരൻ അല്ലേ? മുരളീധരനെ കുറിച്ചൊന്നും എനിക്കൊന്നും പറയാനില്ല. ഞാൻ കുറെ തപ്പി നോക്കിയാടാ സുരേഷ് ചേട്ടന്റെ പാട്ട് കിട്ടുമെന്ന്. കിട്ടിയില്ല. ഞാൻ കുറെ തപ്പി നോക്കി, കിട്ടിയില്ല. സുരേഷ് ചേട്ടന്റെ പാട്ടില്ല. അതെന്താ സംഖ്യകളെ നിങ്ങൾ അങ്ങനെ ഇത് തന്നെ? തൃശ്ശൂരുള്ള ആളുകൾ എന്താ മനസ്സിൽ വിചാരിച്ചു വെച്ചിട്ടുള്ളതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അടുത്ത നമ്മളോട് നിങ്ങളൊക്കെ കാത്തു നിൽക്കുന്ന പാട്ട് BJP-യുടെ പാട്ട് വരട്ടെ.
വരണം മോദി നാടിൻ ജീവൻ നാടി. ഇത്രയും വലിയ കടത്തിലാക്കിയിട്ട് നാടിൻ ജീവൻ നാടി പോലും നമുക്ക് തരാനുള്ള എത്ര പൈസ തരാനുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട് മോദിജി. പിന്നെ എങ്ങനെയാ നിങ്ങൾ ഞങ്ങളത് നാടി നരമ്പാവാനി? ദയാതെ പൊട്ടനാട് ഉണ്ടാക്കിയ പാട്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ പാട്ട് കേട്ടിട്ട് കുറെ സംഖ്യകൾ വോട്ട് ചെയ്യായിരിക്കും, പക്ഷെ മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ ചെലവാവാൻ ചാൻസ് ഇല്ല മോനെ. മോദിയുടെ ഓളൊന്നും കേരളത്തിൽ എവിടെയും ഏശാൻ പോകുന്നില്ല, പൂജ്യത്തിൽ തന്നെ കിടക്കും നിങ്ങൾ. അതാണ് BJP-ക്കാർ തന്നെ പറയാണ്, അഴിമതിക്ക് പേര് കേട്ട കേന്ദ്രഭരണം തച്ചുടക്കാൻ നമ്മളൊപ്പം കൂടും ഞങ്ങളൊക്കെ കൂടിയിട്ട് കാണിച്ചു തരാം. ഇലക്ഷൻ കഴിയട്ടെട്ടാ. ഈ ഒരു പാട്ടിൻ്റെതായ വന്ന കമന്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 3 ദിവസം വരെ പൊട്ടിച്ചിരിക്കും. അമ്മാതിരി തെറിയാണ് വന്നിട്ടുള്ളത്. ഇത്ര ഏറ്റേഴ്സ് ഉണ്ടോ ഈ അനിൽ ആന്റണി എന്നെല്ലാം പറയുന്ന ആൾക്ക്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കല്ലേ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ മകനാണ് BJP-യിലോട്ട് പോയത്. എന്ത് കാര്യം? മണ്ണിൽ പുതുയുഗം തീർക്കണുണ്ടേ. ശരിയാ, NDA മണ്ണിൽ പുതുയുഗം തീർക്കുന്നുണ്ട്. മറ്റുള്ള മതക്കാരൊക്കെ ചാമ്പിക്കൊണ്ടല്ലേ. അല്ലാഹു സെല്ലി, നിങ്ങളൊക്കെ അവസ്ഥ ആലോചിച്ചിട്ട് ഒന്ന് തിരിയുന്നുണ്ടാടാ. മലയാളികൾ നിങ്ങളുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ പോകുന്ന കാറിന്റെ എണ്ണ തീർന്നിട്ട് AC വരെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് വീണ്ടും കാണാം.